മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ലീഗ് എംഎൽഎ UA ലത്തീഫ് അടക്കമുള്ളവരുടെ ഹർജികൾ തള്ളിയ കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അംഗീകാരം നൽകി. ഷംന അശോകുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംന, മലപ്പുറം ബാങ്കിന്റെ ലയനം ശരിവച്ചിരിക്കുകയാണ് കോടതി. വിശദാംശങ്ങൾ. സഹകരണ നിയമത്തിലെ ഭേദഗതികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അംഗീകരിക്കുകയാണ്. ഈ ഭേദഗതി പ്രകാരമാണ് മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കുമായി ലയിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ ലീഗ് MLA ആയ UA ലത്തീഫാണ് ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത്. സിംഗിൾ ബെഞ്ച് പക്ഷേ ഈ സർക്കാരിന്റെ തീരുമാനത്തിനോടൊപ്പം നിൽക്കുകയായിരുന്നു. കേരള ബാങ്കിന്റെ ലയനം ശരിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ തീരുമാനം തന്നെയാണ് ഡിവിഷൻ ബെഞ്ചും കൈക്കൊണ്ടിട്ടുള്ളത്. ഡിവിഷൻ ബെഞ്ച് ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ തീരുമാനത്തെയും സഹകരണ നിയമത്തിൽ വരുത്തിയ ഭേദഗതിയെയും റിസർവ് ബാങ്ക് എതിർത്തിരുന്നു. ഈ ഭേദഗതി അസാധുവാക്കണം എന്നായിരുന്നു റിസർവ് ബാങ്കിന് RBI ആദ്യം വാദിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ അനുമതി നൽകിയതിനു ശേഷം ഈ കാര്യങ്ങൾ എതിർക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും സർക്കാരിന് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ്. പ്രത്യേകിച്ച് സഹകരണ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ വലിയ തരത്തിലുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഏതായാലും അത്തരം വിമർശനങ്ങളൊന്നും നിയമപരമായി നിലനിൽക്കില്ല എന്ന് കൂടിയാണ് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുകളിലൂടെ കൂടി മനസ്സിലാക്കുന്നത്. സഹകരണ നിയമത്തിലെ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ടാണ് ലയനം ഹൈക്കോടതി ശരിവെച്ചിട്ടുള്ളത്. ശരി, ഷംന അശോകാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരികെ ഫാസ്റ്റ് ന്യൂസിലേക്ക്.